ഹലോ, നമസ്കാരം. ഇന്നൊരു ചെറിയ വീക്കെൻഡ് വ്ളോഗാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ആഴ്ച എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് വീഡിയോസ് എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു ചെറിയ വ്ളോഗ്. ഞാനിപ്പോൾ ഇന്ന് ഓഫീസിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുമായിരുന്നേ. അപ്പോൾ ഞാൻ കരുതി പെട്ടെന്ന് ഈ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇത് പോസ്റ്റ് ചെയ്യാമല്ലോ എന്ന് കരുതി. ചിലപ്പോൾ അങ്ങനെയാണല്ലേ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു പെർഫെക്റ്റ് സമയം നോക്കിയിരുന്നാൽ അങ്ങനെ ഒരു സമയം വരികയില്ല. അപ്പോൾ നമ്മുടെ ജോലിയുടെയും തിരക്കിൻ്റെയൊക്കെ ഇടയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൂടി ചെയ്യാൻ കുറച്ച് സമയം കണ്ടെത്തുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഞാൻ വീക്കെൻഡിൽ കുറേ പ്രിപ്പറേഷൻസൊക്കെ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. പക്ഷേ അതിനൊക്കെ മുമ്പ് ഞാൻ ആദ്യം ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനം ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതാണ്. ഈ പൊട്ടറ്റോ ലെമൺ സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്, നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ. കുറച്ച് മല്ലിയിലയും പച്ചമുളകും ഉപ്പും കൂടെ മിക്സിയിലൊന്ന് അരയ്ക്കുക. അതിലേക്ക് നല്ലോണം പുഴുങ്ങി പൊടിച്ച ഉരുളക്കിഴങ്ങ് ചേർക്കുക, കുറച്ച് ഉള്ളി അരിഞ്ഞത് ചേർക്കുക, ഉപ്പ് ചേർക്കുക, അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ചേർക്കുക. പിന്നെ ഞാൻ ആ നാരങ്ങയുടെ തൊലിയും കൂടെ കുറച്ചൊന്ന് ചിരണ്ടി ചേർക്കാറുണ്ട് കേട്ടോ. ഈ നാരങ്ങയുടെ തൊലി ചേർക്കുമ്പോഴേ നമുക്ക് ആ സാൻഡ്വിച്ചിൽ ലെമണിൻ്റെ ഒരു ഫ്രഷ് ഫ്ലേവർ കിട്ടും. ബ്രെഡിൻ്റെ രണ്ട് വശത്തും നല്ലോണം ബട്ടർ വരട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല കറുമുറാന്നുള്ള സാൻഡ്വിച്ച് കിട്ടും. ഞാൻ ആ കറുമുറ സൗണ്ട് ഒന്ന് കേൾപ്പിച്ച് തരാം. ഹായ്, ആ സൗണ്ട് കേൾക്കാൻ തന്നെ എന്തൊരു സുഖമാണല്ലേ. അപ്പോൾ നമ്മുടെ യമ്മി സാൻഡ്വിച്ച് റെഡി. ഇനി നമുക്ക് ഇത്തിരി ചായ ഉണ്ടാക്കണം. വീഡിയോ പിടുത്തത്തിനിടയ്ക്ക് പാൽ ഓഫ് കോഴ്സ് തിളച്ച് പോയി. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമ്മളൊരു അത്യാവശ്യ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാൽ എന്തായാലും തിളച്ച് പോകുമല്ലോ, തികച്ചും സ്വാഭാവികം. അപ്പം ഞാനതൊക്കെ തുടച്ചു മാറ്റി ചായ ഒന്നും കൂടി തിളപ്പിച്ചു. അപ്പോൾ നല്ല കടുപ്പത്തിൽ ഏലക്കൊക്കെ ഇട്ട ഒരു ചായ. അപ്പോൾ നമ്മുടെ കറുമുറ പൊട്ടറ്റോ ലെമൺ സാൻഡ്വിച്ചും നല്ല കടുപ്പത്തിലുള്ള ചായയും ഒക്കെ കഴിച്ചു, ഉഷാറായി, ഹാപ്പിയായി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീക്കെൻഡ് പ്രിപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇവിടെ നമുക്ക് ശനിയാഴ്ച നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ കിട്ടാറുണ്ട്. ഈ കോൺ ഇങ്ങനെ പുഴുങ്ങിയിട്ട് നല്ലോണം ഉപ്പും കുറച്ച് ബട്ടറും കുറച്ച് നാരങ്ങ നീരും ഒക്കെ ചേർത്ത് കഴിച്ച് നോക്കിയിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ്. ഈ പോമോഗ്രാനൈറ്റ് ഇങ്ങനെ പൊളിച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ജ്യൂസ് ഉണ്ടാക്കാനോ സാലഡിൽ ചേർക്കാനോ അല്ലെങ്കിൽ റൈത്ത ഉണ്ടാക്കാനോ ഒക്കെ പെട്ടെന്ന് എടുക്കാമല്ലോ. ഇപ്പോൾ പോമോഗ്രാനൈറ്റ് പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. ഇതിൻ്റെ 4 വശത്തു കൂടെ ഒന്ന് വരയും, എന്നിട്ടിങ്ങനെ 4 കഷ്ണമാക്കി അടർത്തിയെടുക്കും. അത് വെള്ളത്തിലേക്ക് ഇടും. കയ്യിൽ എന്താണ് ചുറ്റിക്കെട്ടെന്നല്ലേ, കഴിഞ്ഞ ആഴ്ച ഒരു പേരയ്ക്ക മുറിച്ചതാണ്. പേരയ്ക്ക മുറിക്കുന്നതിനൊപ്പം നഖത്തിൻ്റെ ഒരു ചെറിയ കഷ്ണവും കൂടി മുറിച്ചു. ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ വാങ്ങി 2-3 വട്ടം ഡ്രസ്സൊക്കെ ചെയ്തു. ഇപ്പോൾ ഭേദമായിട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ പോമോഗ്രാനൈറ്റിലേക്ക് തിരിച്ചു വരാം. അപ്പം ഈ പോമോഗ്രാനൈറ്റ് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇടുക. ആ വെള്ളത്തിനകത്ത് വെച്ച് തന്നെ പോമോഗ്രാനൈറ്റ് അങ്ങ് അടർത്തി ആ വെള്ളത്തിലേക്ക് ഇടുക. കുറച്ച് തൊലിയൊക്കെ വീണാലും കുഴപ്പമില്ല കേട്ടോ, അത് നമുക്കിങ്ങനെ മേളിലത്തെ വെള്ളം അങ്ങോട്ട് ഊറ്റി കളയുമ്പോൾ പൊക്കോളും. എന്നിട്ട് ഒരു അരിപ്പയിലേക്ക് വാരി വെക്കുക. ഒരു തുണി നിരത്തി അതിൽ കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ അതിലെ വെള്ളമൊക്കെ അങ്ങ് പോകും കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, ആമസോണിൽ നിന്ന് വാങ്ങിയ പാത്രം, ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ അതിലേക്കൊരു ടിഷ്യൂ പേപ്പർ വെക്കുക. ഈ വെള്ളം വാർന്നിരിക്കുന്ന പോമോഗ്രാനൈറ്റ് എടുത്ത് അതിൽ വെക്കുക. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരാഴ്ച കൂടുതൽ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. നമ്മുടെ കോൺ ഞാൻ കുക്കറിൽ വെച്ച് ഒരു വിസിലടുപ്പിച്ച് വേവിച്ച് വെച്ചിരുന്നേ. അത് തണുത്ത ശേഷം ഇങ്ങനെ അടർത്തിയെടുക്കാം. ഈ കോൺ എളുപ്പത്തിൽ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ടേ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. ആ ഒരു നിരയില്ലേ, ആ ഒരു നിര ആദ്യം അങ്ങ് പൊളിച്ചെടുക്കും. അത് കഴിയുമ്പോൾ പിന്നെ ബാക്കിയുള്ളത് പൊളിക്കാൻ വളരെ കുറച്ച് സമയം മതി. കണ്ടോ, ഇങ്ങനെ എളുപ്പത്തിൽ കഴിയില്ലേ. അപ്പം പൊളിച്ചെടുത്ത ആ കോണൊക്കെ ഇങ്ങനൊരു പാത്രത്തിൽ അടച്ച് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതും ഒരു 7 മുതൽ 10 ദിവസം വരെ ഫ്രിഡ്ജിൽ കേടുകൂടാതെ സൂക്ഷിക്കാം. ഇതും ആമിക്ക് സ്നാക്സായിട്ട് സ്കൂളിൽ കൊടുത്തു വിടാനോ അല്ലെങ്കിൽ സാലഡിൽ ചേർക്കാനോ ഒക്കെ ഇങ്ങനെ പുഴുങ്ങി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുമല്ലോ. അപ്പം ഞാൻ തലേന്ന് കുറച്ച് കടലയും പയറും ഒക്കെ വെള്ളത്തിലിട്ടിരുന്നേ. അപ്പോൾ അതും കുക്കറിൽ കുറച്ച് ഉപ്പ് ചേർത്ത് വേവിച്ച് ഇങ്ങനെ പാത്രങ്ങളിലാക്കി ലേബൽ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ കുറച്ച് തേങ്ങ ഇരണ്ടി വെച്ചു. പിന്നെ ഇത് കുറച്ച് പരിപ്പ് വേവിച്ചതാണ് കേട്ടോ. ഇങ്ങനെ വേവിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ അതും ലേബൽ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ആഴ്ചത്തെ വീക്കെൻഡ് പ്രിപ്പറേഷൻസ്. അപ്പോൾ ഈ ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ സജഷൻസും കമൻസും ഒക്കെ എന്നോട് പറയണം കേട്ടോ. ഇനി ഞാൻ അടുക്കളക്കാരി അല്ലാത്തൊരു കാര്യം പറയാം. ഞാൻ വളരെ ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇഷ്ടമെന്നതിനേക്കാൾ കൂടുതൽ ഞാൻ എൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്കിങ്ങനെ ഒരു ഡയറി ഉണ്ട്. ആ ഡയറിയിൽ ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ആരോടെങ്കിലും പറയണമെന്ന് വിചാരിച്ചിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങളും എന്നെ വേദനിപ്പിച്ച കാര്യങ്ങളും അങ്ങനെ എല്ലാം എഴുതും. ഇങ്ങനെ എഴുതുമ്പോഴുള്ളൊരു ഗുണം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്താണെന്നറിയോ? നമ്മളിങ്ങനെ മനസ്സിൽ അടക്കി പിടിച്ചു വച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. അതിങ്ങനെ എഴുതുമ്പം മനസ്സിലൊരു ഭാരം ഇറക്കി വെച്ച പോലത്തെ ഒരു ഫീലിംഗാണ് എനിക്ക് തോന്നാറ്. നമ്മൾ പറയാറില്ലേ, നമുക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്, അവർക്ക് നമ്മളെക്കുറിച്ച് എല്ലാം അറിയാം, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിന് നമ്മളെക്കുറിച്ച് എല്ലാം അറിയാം. പക്ഷെ സത്യം എന്താണെന്നറിയോ? നമ്മളെ ഏറ്റവും നന്നായി അറിയാവുന്നത് നമുക്ക് മാത്രമാണ്. നമുക്ക് ഇവരോടൊന്നും പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടാവും അല്ലേ? ഇങ്ങനെ ഈ ജേർണൽ എഴുതുമ്പോഴില്ലേ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ എന്നോട് തന്നെ നടത്തുന്ന ഒരു തുറന്നു പറച്ചിലായിട്ടാണ് കേട്ടോ. ബി ജെന്യുവിൻ ടു യുവർ സെൽഫ്. അത് തരുന്ന ഒരാശ്വാസം വളരെ വലുതാണ്. നമ്മൾ കുട്ടികളെയും ഇത് ചെറുപ്പത്തിലേ പ്രാക്ടീസ് ചെയ്യിക്കുന്ന വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഞാൻ ആമിക്ക് ഇങ്ങനെ ഒരു ബുക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, അവൾ എഴുതാറുണ്ട്. അപ്പം നിങ്ങളിതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കേട്ടോ. എഴുതി കഴിഞ്ഞിട്ടേ ഈ ഡയറി എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടില്ലെങ്കിൽ കാര്യങ്ങളാകെ തകിടം മറിയും. അപ്പോൾ എന്നെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഈ ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നു, ഹെൽപ്ഫുൾ ആവുന്നു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ എന്നോട് പറയണം. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.